വിനോദായിരുന്നോ? ഞാനിപ്പൊ ആലോചിച്ചതേ ഉള്ളൂ, കുറച്ചു ദിവസമായിട്ട് വിനോദിനെ കണ്ടില്ലല്ലോ. ഒന്ന് വരൂ. ഇടയ്ക്കിടെ വന്ന് നിങ്ങളെ ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതി. ആഹാ, ഇതിപ്പോ വിനോദിന്റെ കൂടെ വീടല്ലേ, ഇരിക്കെ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. രാധികേ. അയ്യോ, ഞാൻ രാധികയെ കാണാൻ വന്നൊന്നുമല്ല. അതെനിക്കറിയാം. വന്ന സ്ഥിതിക്കൊന്ന് കാണുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ, അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്നറിയില്ല, ചേട്ടന്റെ ക്ലിനിക്കിൽ കയറിയപ്പോ മൂപ്പര് ചോദിക്കുകയാണ്, മനസ്സിന് വല്ല പിരിമുറുക്കമുണ്ടോന്ന്. ഉദാഹരണത്തിന് ഫോണിലൂടെ കിസ് ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പിരിമുറുക്കം ഉണ്ടാവാന്നൊക്കെ. നമ്മളന്ന് ഫോണിൽ സംസാരിച്ചുണ്ടെന്ന് ചേട്ടൻ കേട്ടു. ആഹാ, ഇവിടുത്തെ ഫോൺ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഇടയ്ക്കൊരു ചേഞ്ചിന് നേരിട്ട് ഒന്ന് വരാമെന്ന് കരുതിയാവും. ഡോക്ടറെ കാണാനാ ഞാൻ വന്നേ. പുതിയ അസുഖം വല്ലതും? അതല്ല, വിനോദിനോടൊരു കാര്യം ചോദിക്കണമെന്ന് കുറച്ച് ദിവസമായി ഞാൻ വിചാരിക്കുന്നു. ബാംഗ്ലൂരിലുള്ള പെങ്ങടെ പഠിത്തം തീരാറായോ? ഫൈനൽ എക്സാം ഈ മാസമാ. എന്താ കാര്യം? അല്ല, പെൺകുട്ടികളാവുമ്പോ വല്ല ഏടാകൂടത്തിലും ചെന്ന് ചാടുന്നതിന് മുമ്പ് കെട്ടിച്ചു വിട്ടേക്കണം. അനുത്തിരി ബുദ്ധിയൊക്കെ ഉള്ള കൂട്ടത്തില. അതുകൊണ്ട് കാര്യമില്ല. അവളെക്കാളും ബുദ്ധിയുള്ള വല്ലവന്മാരും പുറകെ നടന്നാലോ? അക്കൂട്ടത്തിൽ ചിലപ്പോ അവളുടെ ഇരട്ടി പ്രായമുള്ളവരും കണ്ടേക്കും. അതൊക്കെയാ പ്രശ്നങ്ങൾ. അതുകൊണ്ടാ ഞാൻ പറയുന്നത് ഉടനെ കെട്ടിച്ചു വിടുന്നതാ നല്ലത്. അത്ര ധൃതിയുണ്ടെങ്കിൽ അമ്മ തന്നെ അങ്ങ് കെട്ടിക്കോ. എന്തായാലും എക്സാം കഴിയട്ടെ. കറണ്ട് ഭാർഗവൻ ക്ലിനിക്ക് വന്ന് എന്തിനാ? കരണ്ട് ഭാർഗവനോ? ഓ, കരണ്ട് ഭാർഗവൻ. അതെ അതെ, വന്നു. എവിടെയോ പോകുന്ന വഴിക്ക് അവിടെ കയറിയതാ. നിങ്ങൾ തമ്മിൽ മുൻപരിചയമുണ്ടോ? ഇല്ല. ഈ കാലിഫോർണിയ യൂണിവേഴ്സിറ്റി എന്നെ ടാലന്റ് ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുത്ത് പറഞ്ഞിട്ട് അഭിനന്ദിക്കാൻ വന്നതാ. അഭിനന്ദിക്കാനോ? ഭാർഗവനോ? അവനേതോ വലിയൊരു കള്ളനല്ലേ? മാഫിയ തലവനാ. കഞ്ചാവ് കൃഷിയാ പണി. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ മുഖ്യ ശത്രുക്കളിൽ ഒരുത്തൻ. അന്ന് ഡോക്ടറുടെ ക്ലിനിക്ക് വന്നില്ലേ സോഫിയ അമ്മയും? സോഫിയുടെ അച്ഛനെ ഭാർഗവൻ തട്ടിക്കൊണ്ടുപോയതാണോന്ന് പോലീസിന് സംശയമുണ്ട്. അഭിനന്ദിക്കാൻ ഭാർഗവൻ വന്നു എന്ന് പറഞ്ഞാ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അല്ലാതെ പിന്നെ അവന്റെ കഞ്ചാവ് തോട്ടത്തിൽ പണിയെടുക്കാൻ വേണ്ടി എന്നെ ക്ഷണിക്കാമെന്നാണോ? എന്തോ, അവനുമായി ബന്ധപ്പെടുന്ന എല്ലാരും പോലീസിന്റെ നോട്ടപ്പുള്ളികളായിരിക്കും. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഏയ്, കുണ്ടോട്ടിയിലും നിലമ്പൂരും മലപ്പുറത്തും ഒളിച്ചു കിടത്തിയ ഫോറിൻ സാധനങ്ങൾ വിറ്റ് നടന്നിരുന്ന ഷാജി പലതവണ പോലീസ് പിടിച്ചു. പാപ്പരായി, ജോലിയില്ലാതെ ഇരന്നു നടന്നു. തിരുനെല്ലി കാട്ടിലേക്ക് പോകുന്ന വഴി പുലാമന്തോളിൽ നാരങ്ങാ വെള്ളം കുടിക്കാൻ വണ്ടി നിർത്തിയപ്പോ വിശന്നിട്ട് വയ്യ, ഊണ് കഴിക്കാൻ 2 രൂപ തരുമോന്ന് ചോദിച്ചു. വിളിച്ചുകൊണ്ടുപോയി വയറു നിറച്ച അപ്പവും മുട്ടറോസും വാങ്ങിത്തന്നു. കൂടെ കൂടുന്നോന്ന് ചോദിച്ചു. കൂടെ വന്നു. ഇന്നിപ്പോ കാറ്, വീട്. ഷാജി എന്ന എരപ്പാളി ഇപ്പൊ മലപ്പുറം ഷാജിയായി. ഓർമ്മയുണ്ടോടാ ചെറ്റേ ഇതൊക്കെ? എല്ലാം ഓർമ്മയുണ്ട് അണ്ണ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അണ്ണ. ചെയ്തിട്ടില്ലല്ലേ? എടാ മാരിയപ്പൻ ആരടാ? എടാ മാരിയപ്പൻ നമ്മുടെ ആരാന്നാ ചോദിച്ചത്? നമ്മുടെ ശത്രു ആണല്ലോ. അതെ. എന്നെ കൊല്ലാൻ നടക്കുന്നവൻ, കാട്ടിലെ നമ്മുടെ പ്രധാന പ്രതിയോഗി. അവനുമായിട്ട് ലോകം കൂടാ നീ എന്തിനു പോയി? പച്ച കള്ളോണണ്ണ. മാരിയപ്പനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. നുണ, കല്ല് വെച്ച നുണ. ആദിവാസികൾ തോലനെയും മാധവനെ നിനക്കറിയാവല്ലോ. അവന്മാർ നുണ പറയൂ? ഇല്ല. എന്തായിരുന്നു നിന്റെ ഉദ്ദേശം? മാരിയപ്പനിൽ നിന്ന് പണം വാങ്ങി നമ്മുടെ കഞ്ചാവ് ശേഖരം അവന് കാണിച്ചു കൊടുക്കുക. അല്ലടാ നാറി, നന്ദിയില്ലാത്തവനെ. ഞാൻ അടിച്ചെന്റെ തല പൊളിക്കണ്ട. അണ്ണാ,
കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഞാനിപ്പോ കറന്റ് ഭാർഗവനല്ലടോ, വരണ്ട ഭാർഗവന. ചോരയും നീരും ധൈര്യവും ഒക്കെ വറ്റി വരണ്ട ഭാർഗവൻ. അങ്ങനെ പറയല്ലേ അണ്ണ, ഇത് കേൾക്കുമ്പോ ഞങ്ങളുടെ ചങ്ക് പൊളിയ. ഒന്നുകൂടെ ശ്രമിച്ചു നോക്ക്. ആ മരക്കമ്പെടുത്ത് കണ്ണു മടച്ച് 4 വീക്ക് വെക്ക്. മലപ്പുറം ഷാജിയുടെ മോന്ത കലക്കാൻ അണ്ണന് സാധിക്കും. ഇല്ല, എനിക്ക് വയ്യടോ. എന്നാ ഞങ്ങള് പോയി അവനെ തല്ലിച്ചാച്ചിട്ട് ഇങ്ങെടുത്തോണ്ട് വരട്ടാ. അതുകൊണ്ട് എന്താണോ കാര്യം? അണ്ണന്റെ പകപ്പ് മാറിയോ എന്ന് അറിയാനല്ലേ അണ്ണൻ തന്നെ തല്ലുന്നത്. ആ ഡോക്ടർ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ലല്ലോ. എടോ, ഇത് മനസ്സിന്റെ പ്രശ്നമാ. ഒരു മനഃശാസ്ത്രജ്ഞനെ കൊണ്ട് മാത്രമേ ഇത് നേരെയാക്കി എടുക്കാനൊക്കൂ. ഒരു കാര്യം ചെയ്യ്, രാവിലെ ചെന്നാ ഡോക്ടറെ ഇങ്ങോട്ട് പിടിച്ചു. അയാൾ വരാൻ വല്ല മടിയും കാണിച്ചാൽ ചുരുട്ടിക്കൂട്ടി ഇങ്ങോട്ട് വരും. നടക്ക. ഇരിക്ക്. വന്നു അല്ലേ? ഇതാണ് എന്റെ രഹസ്യ താവളം. ആർക്കും അറിയില്ല ഞാൻ ഇതിനകത്തുണ്ടെന്ന്. എങ്ങനെയുണ്ട് സെറ്റപ്പ്? കൊള്ളാമോ? ഞാനൊരു ഡോക്ടറാണ്. ഞാനൊരു രോഗിയാണ്. രോഗികളുടെ മുമ്പിൽ വെച്ച് 2 പേർ തോക്കുമായി വന്ന് പിടിച്ചു വലിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോരാന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തു? എന്തിനിങ്ങനെ കൊല ചെയ്യുന്നു? എത്രയും പെട്ടെന്ന് എന്റെ രോഗം മാറ്റിയില്ലെങ്കിൽ ഞാനും കൊല്ലപ്പെടും. നിങ്ങൾ കൊല്ലപ്പെടുന്നത് നിങ്ങളുടെ പ്രവൃത്തി ദോഷം കൊണ്ടായിരിക്കും. അതിന് ഞാൻ എന്ത് പിഴച്ചു? ഞാൻ പറഞ്ഞ പ്രവൃത്തി ചെയ്യാതിരുന്നാലാവും താൻ കൊല്ലപ്പെടുക. 3 ദിവസത്തിനകം വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വാക്ക് പാലിച്ചില്ല. തോക്കെടുക്കുമ്പോ എന്റെ കൈ വിറയ്ക്കുന്നത് തന്റെ ഭാഗ്യം. പക്ഷേ ഞാനൊന്ന് മുരടനക്കിയാൽ വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞു വരും പല ദിശകളിൽ നിന്നും. താൻ എന്റെ മുമ്പിൽ എരിഞ്ഞമരും. വീട്ടുകാർക്ക് ചിതാഭസ്മം പോലും കിട്ടില്ല. അതെന്ത്? ചിതാഭസ്മം വെള്ളത്തിൽ കലക്കി കുടിക്കുവോ? ഞങ്ങൾ അധോലോകക്കാർ കോമഡി അധികം പ്രോത്സാഹിപ്പിക്കാറില്ല. ആരെങ്കിലും ഒരു കോമഡി പറഞ്ഞാൽ അവന്റെ ഒരു കൈ ഞങ്ങൾ വെട്ടും. 2 കോമഡി പറഞ്ഞാൽ 2 കൈയും വെട്ടും. 3 കോമഡി പറഞ്ഞാൽ വെട്ടാനുള്ള 3ാമത്തെ കൈ പുറത്തുനിന്ന് കൊണ്ടുവരുമായിരിക്കും. വരട്ടെ, ഞാൻ പറഞ്ഞിട്ട് മതി. ഇനി എന്റെ രോഗം ഭേദമാക്കാതെ താൻ മറ്റാരെയും ചികിത്സിക്കയില്ല. അതുവരെ ഇവിടുന്ന് പോവുകയില്ല. അയ്യോ, അങ്ങനെ പറയരുത്. ബാംഗ്ലൂർക്ക് പോകാൻ ഇന്നത്തെ ട്രെയിനിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുക. കോൺഫറൻസ് പോയില്ലെങ്കിൽ വേൾഡ് സൈക്കാട്രിസ്റ്റ് അസോസിയേഷനിലെ എന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ആവും. എന്ന് മടങ്ങി വരും? ഏറിയാൽ ഒരു 3 ദിവസം. അപ്പൊ ട്രെയിൻ വേണ്ട കണ്ണപ്പാ. യെസ് ഇയാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുക്കും. വേണമെന്നുണ്ടെങ്കിൽ കൈ ചെലവിന് ഒരു 10 ലക്ഷം രൂപയും കൊടുക്കും. യെസ് ബോസ്.